ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റായിരുന്നു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഞാൻ അവിടെ എടുത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ലെവൽസിലും പോയിട്ട് നമ്മൾ ഈ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷനെ ടെസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കീ ലെവൽസ് നമ്മുടേതായ രീതിയിൽ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള കീ ലെവൽസിൽ ആ ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കീ ലെവലായിട്ട് വന്നിട്ടുണ്ടായിരുന്നൊരു ലെവലായിരുന്നു 62,825 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയുടെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹവറിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രീവിയസ്ലി നമ്മുടെ ക്യാൻഡിൽ റിവേഴ്സ് ആയ ക്യാൻഡിലിൻ്റെ ഓപ്പണും അതേപോലെ തന്നെ തൊട്ട് മുന്നത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മളൊരു കീ ലെവലായിട്ട് ഈ ഒരു ഫോളിൻ്റെ ടൈമിൽ ആ ഒരു ഏരിയ മാർക്കറ്റ് സപ്പോർട്ടായിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഒരു ഐഡിയ നമുക്കുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ 3 മിനിറ്റിലോട്ട് നമ്മൾ നോർമൽ അനലൈസ് ചെയ്യുന്ന ടൈമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണിത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയ മാർക്കറ്റ് എന്താണ് ചെയ്തേക്കുന്നത്, അക്യുമുലേറ്റ് ചെയ്തേക്കുന്ന ഒരു ഏരിയ ആണ്. അതേപോലെ ഈ ഒരു ഏരിയ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മുടെ മാനിപ്പുലേഷൻ ഈ ഒരു ഏരിയയിൽ തന്നു. അപ്പോൾ ഈ മാനിപ്പുലേഷൻ്റെ ഒരു ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എങ്ങനെ ഇതൊരു മാനിപ്പുലേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു വളരെ വലിയ വിക്കോട് കൂടിയ ക്യാൻഡിൽസ് ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ അക്യുമുലേറ്റ് ചെയ്ത ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ക്യാൻഡിലുപരി നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത ക്യാൻഡിൽ അതിൻ്റെ ഒരു ഡബിളോ ട്രിപ്പിളോ സൈസിലായിരിക്കും. അതിനെ നമുക്കൊരു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വളരെ വലിയ ക്യാൻഡിൽസോ എൻഗൾഫിംഗ് ആയിട്ടുള്ള ക്യാൻഡിൽസോ കാണുവാണെങ്കിൽ നമുക്കതിനെ ഒരു മാനിപ്പുലേഷൻ എന്ന് പറയാൻ പറ്റും. നമുക്കിനി അതിന് ശേഷം ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് എങ്ങനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഏരിയയിലൊന്നും നമ്മൾ എൻട്രി എടുത്തില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്യുമുലേഷൻ്റെ ഹൈ എപ്പോഴാണോ മാർക്കറ്റ് ടേക്ക് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറയാം, നമ്മുടെ കീ ലെവൽസിലോട്ട് മാർക്കറ്റ് വന്നു, അതിന് ശേഷം മാനിപ്പുലേറ്റ് ആയി, അതിനുശേഷം നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവ്മെൻ്റാണ് നമുക്ക് അവിടെ നിന്ന് ക്രിയേറ്റ് അയക്കുന്നത്. ഇത്രയും മൂവ്മെൻറ്റ്സിന് ഞാൻ പറയുന്നില്ല, ഈ ഒരു മേജറായിട്ടുള്ളൊരു മൂവ് വരെ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് വന്നതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.